റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. കടുപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. MLA സ്ഥാനം രാജിവെക്കാനുള്ള ആലോചനയുണ്ടെന്നറിയുന്നു. രാഹുൽ ഗാന്ധിയെ വിളിച്ച് രാജി സന്നദ്ധത അറിയിച്ചിരുന്നു. രാജിക്കത്ത് തയ്യാറാക്കാൻ ഓഫീസിന് നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രി പദം നൽകാത്തതിൽ കടുത്ത അതൃപ്തിയാണ്. ഇനിയും അവഗണന സഹിക്കാനാകില്ലെന്നാണ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ അറിയിച്ചത്. ഇന്നലെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക് പോയ ചെന്നിത്തല നിർമ്മാല്യ ദർശനത്തിന് ശേഷം മൗനം വെടിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. രമേശ് ചെന്നിത്തല ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ തന്റെ വീട്ടിൽ നിന്ന് പുറകിലുള്ള വഴിയിലൂടെയാണ് രമേശ് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയില്ല രമേശ് ചെന്നിത്തല. എന്നാൽ അതേസമയം രമേശ് സതീശനെ പിന്തുണച്ച കത്ത് കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ പ്രതികരണം ആദ്യമായി വന്നിട്ടുണ്ട്. നിർമ്മാല്യ ദർശനത്തിന് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇത്രയുമാണ് പറഞ്ഞത്. പരസ്യമായി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഹൈക്കമാൻഡിനോട് കടുത്ത ഭാഷയിൽ തന്നെയാണ് തന്റെ നിലപാട് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. റോഷിപാലും ജെയ്സൺ ചാമവളപ്പിലും ചേരുന്നുണ്ട്. ആദ്യം റോഷിയിലേക്ക്. ഗുഡ് മോർണിംഗ് റോഷി. ഗുഡ് മോർണിംഗ് ജെയ്സൺ. റോഷി, ഹൈക്കമാൻഡിനോട് കടുത്ത ഭാഷയിലാണോ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്? ഒരു വേള വേണ്ടി വന്നാൽ തന്റെ ഹരിപ്പാട് MLA സ്ഥാനം പോലും രാജിവെക്കാമെന്ന് പറഞ്ഞു എന്ന് കേൾക്കുന്നു. റോഷി. അരുൺകുമാർ, ഇന്നലെ രാഹുൽ ഗാന്ധിയാണ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചത്. ടെലിഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയോട് തന്റെ കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി. ഹരിപ്പാട് MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കുമെന്നുള്ള സന്നദ്ധത കൂടി രാഹുൽ ഗാന്ധി അറിയിച്ചു.